വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിരത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. UDF-ന്റെ കുറ്റവിചാരണ യാത്ര നനഞ്ഞ പടക്കമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഭരണസമിതിക്കെതിരെ UDF ഉന്നയിച്ച ഒരാരോപണവും പോലും തെളിയിക്കാനായില്ല. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് UDF അംഗങ്ങൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുടെ ബോർഡ് യോഗത്തിലെ ഹാജർ പരിശോധിച്ചാൽ മാത്രം മതി ഇവരുടെ വികസന വിരുദ്ധതയറിയാൻ. ബജറ്റ് പ്രസംഗങ്ങൾ പോലും ബഹിഷ്കരിച്ചു. 2020-ൽ LDF ഭരണത്തിൽ വന്നപ്പോൾ കോവിഡ് കാലമായിരുന്നതിനാൽ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രി ഏറ്റെടുത്ത് കോവിഡ് ആശുപത്രി തുടങ്ങിയപ്പോൾ അതിൽ പോലും അഴിമതി ഉന്നയിച്ചവരാണ് UDF. കോവിഡ് വാക്സിനേഷൻ 100% പൂർത്തീകരിച്ച് സംസ്ഥാനത്തെ ആദ്യ നഗരസഭ എന്ന പദവി നേടുമ്പോൾ LDF കോവിഡ് വ്യാപനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നായിരുന്നു UDF ആരോപണം. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്ന അവസ്ഥയിലായിരുന്നു. തോടുകളുടെ കയ്യേറ്റമൊഴിപ്പിച്ച് തോടുകൾ പുനഃസ്ഥാപിച്ചതോടെ ഇതിന് പരിഹാരമായി. അതിനും അഴിമതി ആരോപണമാണ് UDF ഉന്നയിച്ചത്. റോഡിൽ വെള്ളം കയറാത്ത അവസ്ഥ വന്നതോടെ ഈ ഭാഗത്ത് നിരവധി കെട്ടിടങ്ങളും പെട്രോൾ പമ്പും വന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. ചന്തക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, നിലമ്പൂർ ഗവൺമെന്റ് മാനവേദന സ്കൂൾ, മാങ്കുന്ന് സ്കൂൾ, കരിമ്പുഴ സ്കൂൾ എല്ലാം ഇതിന് തെളിവാണ്. മുമ്മുള്ളിയിൽ മാത്രമാണ് ആരോഗ്യ വകുപ്പിന് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നത്. ഇത് 4 ഉയർന്നു. 4 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഹരിതസേനയ്ക്ക് ഇന്ന് 75ഓളം അംഗങ്ങളുണ്ട്. എല്ലാ ഡിവിഷനുകളിലും തെരുവ് വിളക്കുകളായി. UDF ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിക്കാതിരുന്നതിനാൽ നഗരസഭയുടെ പിൻഭാഗത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി നിലമ്പൂർ നഗരസഭയെ മാറ്റി. വയോജനങ്ങൾക്കായി പകൽ വീടുകൾ നിർമ്മിച്ചു. ഇവിടങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ വയോജനങ്ങൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് നഗരസഭകളിൽ UNESCO നേടിയത് നമ്മുടെ നഗരസഭയാണ്. UDF-ന് 30 വർഷം നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞതാണ് UDF-നെ പ്രതിരോധത്തിലാക്കിയതെന്നും ചെയർമാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം, മുനിസിപ്പാലിറ്റി 15ാം വർഷത്തിലേക്ക് കടക്കും. 15 വർഷം കഴിഞ്ഞ് 16ാം വർഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഏകദേശം ഒരു 10-25 വർഷക്കാലം പഞ്ചായത്തായതും UDF ആണ് ഭരിച്ചത്. ഈ കഴിഞ്ഞ 10 വർഷം മുനിസിപ്പാലിറ്റി UDF ആണ് ഭരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ 5 വർഷം പൂർത്തിയാക്കിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾ നിങ്ങളോട് മുമ്പ് പറയുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോവിഡിൻ്റെ ഏറ്റവും രൂക്ഷ സമയത്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. നമ്മുടെ കൗൺസിലർമാർ PP കിറ്റ് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നത്. അതിനു മുമ്പത്തെ കോവിഡിനെ UDF പ്രതിരോധിച്ച സമയം നമുക്കറിയാം. ഏകദേശം ഒരു പാരാസിറ്റാമോളോ മറ്റോ കുടിച്ചൊരു 15 ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അയാൾ കോവിഡ് മാറും. പക്ഷേ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു. ആദ്യമായി കേരളത്തിൽ ഒരു പ്രൈവറ്റ് ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഇറങ്ങിയ മുന്നണിയാണ് ഞങ്ങൾ. അതിനെതിരെ അന്ന് വിയോജനക്കുറിപ്പ് എഴുതിയ ആളുകളാണ് ഇപ്പോൾ ഈ കുറ്റവിചാരണ എന്ന് പറയുന്നത് വരുന്നത്. അത് ജനങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്തൊരു എഫേർട്ടിൽ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വാക്സിനേഷൻ ചലഞ്ച് നടത്തിയത് മുനിസിപ്പാലിറ്റി. അതിനെതിരെ മാട്ടുമ്മൽ സലീമും കൂട്ടനും കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുകയാണ്, സ്കൂളുകളിൽ ആളെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നമ്മൾ സധൈര്യം മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മലപ്പുറം ജില്ലയിൽ ആദ്യമായി 100% വാക്സിനേഷൻ ചെയ്ത മുനിസിപ്പാലിറ്റിയായിട്ട് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി. ഈ പ്രതിപക്ഷത്തെ ഈ 5 വർഷം നിങ്ങൾ ഈ നിലമ്പൂരിലെ പത്രപ്രവർത്തകരാണ്, ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പം ഭരണം പ്രതിപക്ഷം ഒക്കെ ഉണ്ടാവും, നമ്മൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും വ്യത്യസ്തം ഉണ്ടാവും. അതുകൊണ്ടാണ് 2 മുന്നണികളാകുന്നത്. എന്നാൽ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ എതിർപ്പുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൗൺസിൽ ചെയ്യാം. അല്ലാതെ നിരന്തരം വികസന പ്രവർത്തനങ്ങളെ എതിർക്കുകയും വിയോജനക്കുറിപ്പ് കൊടുക്കുക മാത്രമല്ല, നമുക്ക് അനുവദിച്ച് തരുന്ന DP-യിൽ വരെ, ജില്ലാ പഞ്ചായത്തിൽ വരെ നമുക്ക് ഇത് അനുവദിച്ച് കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിലുള്ള കത്തുകളാണ് ഞാൻ 2 ആഴ്ച മുമ്പ് കാണിച്ചത്. കുഞ്ഞാലി വധം, രാധാവധം എന്നിവയുടെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് UDF കുറ്റവിചാരണ നടത്തേണ്ടത്. 5 വർഷമായി നഗരസഭയിലേക്ക് 25 പേരെ പോലും പങ്കെടുപ്പിച്ചു ഒരു സമരം നടത്താൻ പോലും UDF-നായില്ല.
ഭരണസമിതിയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂർ നഗരസഭയിൽ ഇന്ന് കാണുന്ന അഭിമാന നേട്ടങ്ങൾക്ക് കാരണമെന്നും ചെയർമാൻ പറഞ്ഞു. ഭരണ സുതാര്യത ഉറപ്പുവരുത്താൻ സംസ്ഥാനത്ത് ആദ്യമായി CCTV സംവിധാനം ഒരുക്കിയത് നിലമ്പൂർ നഗരസഭയിലാണ്. വാർത്താ സമ്മേളനത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.